ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എന്നാടാ ബസ് അവിടെ ചവിട്ടിയത്? അതെന്താ അങ്ങനെ? ഓ എൻ്റെ അമ്മ. അപ്പോൾ ഓപ്പോസിറ്റ് വേറെ കാറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബസ്സിന് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. അയ്യോ, ആ ബസ്സിൻ്റെ പുറകിൽ കൊണ്ടുവന്ന കാറന്മാരെല്ലാവരും പെട്ട്. അയ്യോ, നമ്മളും പെട്ട്. ഇപ്പം എങ്ങനെ ഇരിക്കണം? നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തേക്ക് മഴ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഹൈ റേഞ്ച് മാത്രമേ ഈ മഴയുള്ളെന്ന് തോന്നുന്നു. അതെ അതെ, ഹൈ റേഞ്ച് മാത്രമേ മഴയുള്ളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വീട്ടിലേക്ക് നീ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. ഓ, എൻ്റെ മോനെ കാട് സെറ്റപ്പ്. അയ്യോ, പുറകെ ഒരു കാറ്. RX 100 ആയിരുന്നുണ്ടല്ലോ, അടിപൊളിയായിരുന്നു സൗണ്ട്. എന്താ വാവ്, കിടിലൻ കിടിലൻ, അമേസിങ് എക്സ്പീരിയൻസ്. ഹനുമാൻ ഓരോരോ രോമങ്ങളായി വലിച്ചെറിയവേ. എനിക്ക് ഷൂ ഇട്ടിട്ട് വരെ തണുക്കുന്നു. ഷൂവിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടേ കാല ഐസ് പോലെ, ഐസ് വെള്ളം കാലിൻ്റെ അകത്ത് കിടണം വരെ. ഷൂ ഇടണ്ടായിരുന്നു, അമ്മ പറഞ്ഞാണ് ഷൂ ഇടണ്ടെന്ന്. ഞാനപ്പോൾ പറഞ്ഞു എന്തോ ഒരു കുഴപ്പമില്ല. വാ പോ. ഇതെന്നാണോ ഇത്? ചെറിയാണെന്ന് നമുക്ക്. നനഞ്ഞ് കുളിച്ചെണ്ണ. അപ്പോൾ ഓക്കെ, പോയേക്കാം. സ്റ്റാർട്ടാണല്ലേ.
അതൊക്കെ നിർത്താണ്ട് വേറെ വഴിയില്ല മോനെ. മാമലക്കണ്ടം. അയ്യോ, മാമലകൾക്കപ്പുറത്ത്. അയ്യോ, അടുത്ത വണ്ടി. എടാ ഇത് ആനയുള്ള വഴി കൂടി സ്പീഡിൽ പോരാ. ഇതൊന്നും നിസാര കളിയല്ല മോനെ. അതെ അതെ അതെ. മാമലക്കണ്ടം കണ്ടം കണ്ടം. വി ആർ ഇൻ മാമലക്കണ്ടം ഗൈസ്. അതൊക്കെ ഞാനിടും. ആനയുള്ള കാട്ടിക്കൂടി ഇതാ അക്ഷയ് കുമാറുമായിട്ട് എൻ്റെ ചൈത്രയാത്ര. നമ്മളെന്തൊരു പൊളി വിളിക്കും. ഇതുവരെ ഒരു ആനേനെ പോലും കണ്ടില്ല. ആനയുണ്ട് ചേനയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേടാ ഒരു കിടിലൻ പാലം. എന്നാൽ പിന്നെ പാലത്തേക്ക് എത്തി. എടാ എൻ്റെ അപ്പുറത്തോട്ട് വഴിയുണ്ടോ? ഓ കിടിലൻ. അപ്പുറത്തേക്ക് ഒരു വഴിയുണ്ടല്ലോ, അങ്ങോട്ട് പോണ. ഇതേതോ കാട്ടിലേക്കുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. പോകണ്ടല്ലേ, അല്ലാതെ അവിടെ ചെന്നിട്ട് തിരികെ. ഒരു മാതിരി വഴി. മാമലക്കണ്ടം. അയ്യോ അയ്യോ, ഇത് ആനത്താരണമെന്നാ തോന്നണം. ആനത്താരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ആന നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വഴിയാണ് ആനത്താരം എന്ന് പറയുന്നത്. ഒരുമാതിരി വഴി. ഇന്ന് 8 മണിക്കെങ്കിലും വീട്ടിൽ ചെന്നാൽ മതി. ഓയ് ഓയ്. ഈ പട്ടീനെയൊക്കെ പുലി പിടിക്കും ഇങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ. അയ്യോ, അടിമുട്ടി. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാനുള്ളത്. മറ്റു സാധനം. എടാ എൻ്റെ കാലൊക്കെ നനയാൻ തുടങ്ങി. മഴ മാറിയോ അല്ല? അങ്ങ് ദൂരെ കുറെ കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താ ആ പുള്ളിക്കാരൻ അവിടെ നിർത്തിയത്? ഓഹോ, ആ കുരിശിൻ്റെ ഫോട്ടോ എടുക്കാനാണ് പുള്ളി അവിടെ നിർത്തിയത്. അതെ, ഉമ്മാരി ഇവിടെ വണ്ടിയൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കടാ. നോക്കടാ ഒന്നും കാണാൻ മേലും. നിക്കടാ അവനെന്താ മെസ്സേജ് വിട്ട്. കോട ഈസ് അൺബിലീവബിൾ. കാട്ടിൽ കോടയും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വളവിൽ ചെല്ലുന്നു ഒരാന. ഓഹോ, ഈ ഈ പുള്ളിയുടെയൊക്കെ വീട് ഇവിടെ അടുത്തായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ കുടയം പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അമേസിങ്. നല്ല ഫ്രഷ് വെള്ളമാണ് വന്നത്. ഒരു കുപ്പി എടുത്തിരുന്നുണ്ടല്ല, ഊറ്റിയങ്ങാണ്ട് എടുത്താൽ മതി. നമുക്ക് മറ്റേ കടയിൽ നിന്ന് കുപ്പിവെള്ളം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിടിച്ചിരുന്നാൽ നിനക്ക് കൊള്ളാം. സ്പീഡ് പേടിയുണ്ട്. എവിടെ ഇല്ല അതുകൊണ്ടാ മാരകം.
വ്യൂ എന്നൊക്കെ പറഞ്ഞ ഇതാണ് വ്യൂ. ഓ ഇവിടെയുള്ള വീട്ടുകാർക്കൊക്കെ ഇതൊക്കെ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും. എടാ ആ വീടിനൊക്കെ കുരിച്ചടാ, അത് വീടല്ലെന്ന് തോന്നണം കേട്ടാ. ഊ ഊ ഹനുമാനോരോരോരോ മങ്ങളായി വലിച്ചെറിയവേ രാമനോ മുണ്ടില്ല. ഇവിടെയും കൂടി അങ്ങോട്ട് റബ്ബറൈസ്ഡ് റോഡിലാണുണ്ടല്ലോ, അങ്ങനെ പൊളിയായിരിക്കും. ഊഫ് ഇവിടെയൊക്കെ വീടറാ. അയ്യോ എടാ അവിടെ കണ്ടടാ ഇല്ലേ? ഓ അടിപൊളി. ഇവിടെ ആന പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മറ്റേ സാധനം ഉണ്ടാവും നമ്മുടെ, അതിനെന്തായിരുന്നു പറയണത്, ഒരൈറ്റമില്ലടാ, കമ്പി വേലി, അതുണ്ടാവും. കാലിൻ്റെ അകത്തൊക്കെ വെള്ളമായി. എടാ നമ്മൾ ഈ വഴി തന്നെ ആണോ വന്നത്? ഞാൻ ഓർക്കണില്ല. ചായ കാപ്പി ബജിക്കട, ഒരു ചായ അടിച്ചാലോ? ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. വാവ് അമേസിങ്. ഇപ്പോൾ ഒരു ആന ഇങ്ങനെ ക്രോസ് ചെയ്യണം, രസമായിരിക്കും. ഓ ഓ ഓ ഓ അങ്ങനെ മാമ്പല കണ്ട ആനയില്ല ഗൈസ്. ഊ എൻ്റെ അമ്മേ. അയ്യോ എൻ്റെ അമ്മേ മേ. യെസ് എൻ്റെ അമ്മ. ഇവിടെ ആൾതാമസമല്ലേലും പശുവൊക്കെ കെട്ടിയിട്ടുണ്ട്. അയ്യോ ഇതേ സ്റ്റീപ്പറൊക്കെ, ഇതാണ് ആ പുള്ളി പറഞ്ഞ മറ്റേ കുത്തനെയുള്ള കയറ്റത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്. അതേപോലെ കുത്തനെയുള്ള ഇറക്കത്തിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി ബ്ലോക്കാണല്ലോ. ഞാനിത് മറ്റേ ബ്രേക്ക് അധികം യൂസ് ചെയ്യാറില്ല. ബ്രേക്ക് യൂസ് ചെയ്ത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാം. അതിലും നല്ലത് നമ്മൾ ഇങ്ങനെ സെക്കൻഡ് ഗിയറിലിട്ട് ഇങ്ങനെ പോകണം. എന്നിട്ട് സെക്കൻഡ് ഗിയർ ഇട്ടിട്ടും വണ്ടി അങ്ങ് കയറി കയറി പോകും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്ലച്ച് അല്ല ഗിയർ അല്ല ബ്രേക്ക് പിടിച്ച് കൊടുക്കണം. ആഹാ വാഗണർ പോണ്. നമ്മളെന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമാവും. ബ്രദ കാട്, കറുത്ത കാട്. യെസ് ഫോറസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. യെസ് കഴിഞ്ഞടാ. നമ്മൾ മെയിൻ റോഡിലെത്തി ഗൈസ്. നമുക്ക് എന്നാലേ